ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായി സൻഹെദ്രീൻ സംഘത്തിന് മുമ്പാകെയും പീലാത്തോസിന് മുമ്പാകെയും നിൽക്കുന്ന ഭാഗമാണ് ഈ 27 വിശുദ്ധ മത്തായി 27 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സൻഹെദ്രീൻ സംഘത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ മന്ദിരത്തിലെറിഞ്ഞു, ചെന്ന് കെട്ടിച്ചാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്തു. ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവൻ്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചതിൻ്റെ വിലയാത്തയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവൻ്റെ നിലത്ത് നിന്ന് വേണ്ടി കൊടുത്തു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. താഴോട്ട് വായിക്കുമ്പോൾ 27-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്ന്, നീ യഹൂദന്മാരുടെ രാജാവെന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയും അവനൊന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസിനോട്, ഇവർ നിൻ്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നെന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവനൊരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു. അന്ന് ബറബാസ് എന്ന സ്തുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. അവർ, അസൂയുണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചത് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്തെന്ന് അവൻ ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്നവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. പട്ടാളത്തെയെല്ലാം അവനെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. ദൈവത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ കർത്താവായ യേശു കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്ത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു കുറ്റവും കാണാത്ത യേശുവിനെ അവർക്ക് അവനെ ക്രൂശിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ സംഭവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിനൊരു കാരണമുണ്ട്. അപ്രകാരമായി തീരുമ്പോൾ ദൈവം അതിലൂടെ ഒരു ഉദ്ദേശം സാധിപ്പിച്ചെടുക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, യേശു കർത്താവ് എന്നെ ഉറ്റിക്കൊടുക്കുന്ന യൂദ കെട്ടിഞ്ഞാന്ന് ചത്ത് 30 വെള്ളിക്കാശ് രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ കർത്താവെ ആ കുശവൻ്റെ നിലം വാങ്ങിയതുപോലെ
ഞങ്ങൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ കാൽവറി ക്രൂശിൽ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടത്. കർത്താവെ, പീലാത്തോസ് പോലും കൈ കഴുകിയപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും അവരുടെ പാപം വരട്ടെ എന്ന് സ്വയം ഏറ്റുവാങ്ങിയ ആ ജനത ഇന്നും ഓരോ ദിവസവും കർത്താവെ യേശുവിലേക്ക് നോക്കുന്നത് വരെയും ഈ ഭാരത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നവരായിട്ട്, യേശുവിനെ ക്രൂശിക്കുന്നവരായിട്ട് തീരാതെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് യേശുവിനെ സാക്ഷിക്കുന്നവരായി തീരുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.